ആ പെൺകുട്ടിയായിട്ട് ആക്ട് ചെയ്യുന്ന നടിയെ നോക്കണം. ആ നടി ഭയങ്കര സുന്ദരിയായിരിക്കും. ഭയങ്കര സൗന്ദര്യമുള്ള അതെ. ഒരാളോടല്ലേ സഹതാപം തോന്നുള്ളൂ എന്നുള്ള മട്ടിലാണ് ഉം. കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമയിൽ അതല്ലാതെ കാണിക്കുന്നുണ്ടോ? സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് നന്മയുടെ പ്രതീകമായ നായകൻ നായകന് പ്രണയം തോന്നുന്നു. കാലാകാലങ്ങളായുള്ള കീഴ്വഴക്കമാണത്. അപ്പോൾ ആ നായികയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം. രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന യാത്ര ആയിരിക്കും ആ സിനിമ. ഇവർ പറയുന്നത് ആ സിനിമയുടെ വേറൊരു വേർഷനാണ് മാത്തൻ്റെ മുറിയനും സംഭവിക്കുന്നത്. ഉം. സൂത്രധാരൻ എന്ന് പറഞ്ഞ സിനിമ. ഉം. ചെല്ലുന്നു, മീര ജാസ്മിനോട് പ്രണയം, സുന്ദരിയായ മീര ജാസ്മിൻ ആർക്കും പ്രണയം തോന്നും. മീര ജാസ്മിനോട് പ്രണയം തോന്നുന്നു, രക്ഷപ്പെടുത്തണം. രുദ്രാക്ഷത്തിനകത്ത് സുരേഷ് ഗോപി ചെല്ലുന്നു, ആനി. ആനിയോട് പ്രണയം തോന്നുന്നു, രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഗുണ്ടകൾ വരുന്നു. അഭിമന്യുവിനകത്ത് ഗീതേനെ ലാലേട്ടൻ രക്ഷപ്പെടുത്തുന്നു. സടക് എന്ന് പറഞ്ഞ സിനിമയിൽ സഞ്ജയ് ദത്ത് ചെല്ലുന്നു, ബ്രോത്തൽ ഹൗസിലെ പെൺകുട്ടിയെ കാണുന്നു, പ്രണയം തോന്നുന്നു, പൂജ ഭട്ടാണ്, പ്രണയം തോന്നുന്നു, രക്ഷപ്പെടുത്തുന്നു. രക്ഷപ്പെടുത്തിയവരെല്ലാവരും സുന്ദരികളാണ്. നായകൻ ചെന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരുക. ഇവിടെ ഇതൊരു ബ്രോത്തൽ ഹൗസല്ലേ, ഇത് എന്തിനാണ് ഇയാൾ രക്ഷപ്പെടുത്തുന്നത്? ഇതിവിടെ നിൽക്കുന്ന ഈ ആക്ടിവിറ്റി പലരെയും മസാജ് ചെയ്യുന്നത് ശരിയല്ലെന്നാണ് പുള്ളിക്ക് തോന്നുന്നത്. പുള്ളിയുടെ തോന്നലാണ്. അപ്പോൾ പുള്ളി പെട്ടെന്നൊരു ഹീറോ ആയി മാറുന്നു. പുള്ളി ഉള്ളിലൊരു നായകനായി, ഒരു നന്മ നിറഞ്ഞ നായകനായിട്ട് പുള്ളി മാറി. അവിടെ സ്ട്രഗിളിൽ പെട്ട് നടക്കുന്ന റിയയെ പുള്ളിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് സംഭവം. അപ്പോൾ എന്താണ് ഇവരുടെ ഇടയ്ക്ക് പോയാൽ ഈ കഥ ഇനി എങ്ങോട്ട് വികസിക്കും?